നമ്മൾ ശരിക്കൊന്ന് പഠിച്ചാൽ ഈ 7 വിധ കാര്യങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. 2 പത്രോസ് 1 അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചാലേ എന്ത് പറ്റുള്ളൂ? വർദ്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. ഇവിടെ ഒരു വലിയൊരു ക്ലൂ കിടപ്പുണ്ട്, ശരിക്കും കേട്ടോണേ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, ഈ 7 അനുഭവങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അപ്പോൾ ഈ 7 അനുഭവങ്ങൾ ഉണ്ടായി വർദ്ധിക്കുന്നില്ലെങ്കിൽ ആരായിപ്പോവും? ഉത്സാഹം ഇല്ലാത്തവരായിപ്പോവും, നിഷ്ഫലന്മാരായിപ്പോവും. ഇവിടുത്തെ പ്രധാന വിഷയം മനസ്സിലായോ? ഇത് പ്രധാന വിഷയമാണത്. ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായി പോവും. അടുത്ത അവയില്ലാത്തവനോ അതോടെ ഏറ്റവും അപകടകരമായ അവസ്ഥ. 7 അനുഭവങ്ങൾ ഉണ്ടാകുകയും അത് വർദ്ധിച്ചു വരികയും ചെയ്താൽ മാത്രമേ കാഴ്ചപ്പാടുള്ളൊരു വിശ്വാസിയാകുന്നുള്ളൂ. അല്ലെങ്കിൽ ആരായി പോവും? കുരുടന്മാരായി. അവയില്ലാത്തൊരു കുരുടൻ എത്രേ. അടുത്ത ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിലെ വീടും കാറും വണ്ടിയും അതും ഇതൊക്കെ മാത്രം കാണുന്ന കാഴ്ച. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തവൻ. ഈ ലോകത്തിൻ്റെ ഭൗതികം മാത്രം കാണുന്ന കാഴ്ചപ്പാട്. മരണാനന്തര ജീവിതം ദൈവം നമുക്കൊരുക്കുന്ന രൂപാന്തര ശരീരം, 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം പുതിയ ഭൂമി, വിലപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ രാജവാഴ്ച, ഇങ്ങനെയുള്ള വിലപ്പെട്ട ആത്മീയ അനുഭവങ്ങളെ കാണാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ ചപ്പും ചവറും മാത്രം കാണുന്ന ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ് ഇന്ന് കാണുന്ന ആത്മീയ കോളത്തിൽ കാണുന്ന നല്ലൊരു പങ്കും വിശ്വാസികളും ശുശ്രൂഷ വൃന്ദങ്ങളും. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രിയോട് സ്നേഹവും വർദ്ധിച്ചു കൊണ്ടിരിക്കണം, കൂട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ ആരാകത്തുള്ളൂ? ക്രിസ്ത്യദൃഷ്ടി അല്ലാത്തവനായിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യദൃഷ്ടിയുള്ളവനായി പോകും. മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനായി പോകും. മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നാൽ നമ്മൾ ആരായിത്തീരും? പറഞ്ഞേ, പാപിയായിത്തീരും. പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നാൽ പാപിയാ. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നല്ലേ വചനം പറയുന്നത്? പാപത്തിൻ്റെ ശമ്പളം മരണം, ആത്മീയ മരണം. ശരീരത്തിൽ നിന്നും ജീവൻ പോകുന്ന മരണമല്ലത്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ വെളിപ്പാട് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പോയി വീഴുന്ന വേറൊരിടത്തുമായിരിക്കും. പിന്നെ അവിടെ കിടന്നുകൊണ്ട് കയ്യും കാലും അടിച്ചിട്ട്, അവിടെ കിടന്നുകൊണ്ട് നനവാൻ കിടന്ന് കയ്യും കാലിട്ട് അടിച്ചു, വല്ല ഗുണമുണ്ടായോ? ഇച്ചിരി വെള്ളം തരണമെന്ന് പറഞ്ഞ് കിട്ടിക്കൊടുത്തോ? സഹോദരന്മാരോടൊക്കെ പോയി ലാസറിനെ വിട്ട് സുവിശേഷം പറയിക്കണമെന്ന് അത് നടന്നു? ഒന്നും നടന്നില്ല. വളരെ ശോചനീയമായ അവസ്ഥയിൽ ധനവാൻ നരകയാതനയിൽ കിടക്കുന്നതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിച്ച് പഠിക്കണം. എല്ലാവരും വായിച്ച് പഠിക്കണം ആ സത്യങ്ങൾ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾക്ക് അബദ്ധത്തിൽ ചെന്നയാടും, നമ്മളെ ചതിച്ചു കളയും മനുഷ്യൻ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ലോകത്തിലേക്ക് നമ്മുടെ ഹൃദയം പോയാൽ വഷളാവും. വഷളായാൽ ആ വഷളായ ഹൃദയത്തെ പിന്നെ രൂപാന്തരപ്പെടുത്താൻ കർത്താവിന് കഴിയില്ല. രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അല്ലാത്തവരുടെ കാര്യം അവരെ കർത്താവ് രക്ഷിക്കും. അങ്ങനെയൊക്കെ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. എന്നിട്ട് അതിന് അടുത്ത വേറെ 1-2 പ്രധാന കാര്യങ്ങളൂടി വരുന്നുണ്ട്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാന നിമിത്തം ഉത്സാഹമില്ലാത്തവർ നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവരോ കുരുടനത്ര, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ശ്രമിപ്പീൻ. അപ്പോൾ എങ്ങനെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നേ? പറഞ്ഞേ, ഒരു ക്യാഷ് പ്രൈസ് തരാം. പറഞ്ഞേ, ആരെന്ന് പറഞ്ഞ്. എങ്ങനെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്? ചരിത്രക്കാരൻ പറഞ്ഞേ, ഞാൻ പറഞ്ഞേ, യുലി പറ, എങ്ങനെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്? വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കൂടിക്കൊണ്ടിരിക്കുമ്പോൾ
ഓരോ ആത്മീയ അനുഭവങ്ങളും നമ്മളിൽ ഉണ്ടാകുകയും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. മനസ്സിലായി? 7 ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുകയും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ മാത്രമേ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാകും. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മൾ കർത്താവ് വിളിച്ചെന്ന് പറഞ്ഞ് നമ്മൾ തുള്ളിച്ചാടി കിടക്കുക. കർത്താവിനെ വിളിച്ചു, കർത്താവിനെ രുചിയാൻ രക്ഷിക്കപ്പെട്ടു, ആനപ്പെട്ടു, വചിതാമിച്ച് അന്യഭാഷ പറയുന്നു, എനിക്ക് സ്വർഗം കിട്ടും. ഒന്നും കിട്ടാൻ പോകില്ല, ഇങ്ങും കിട്ടത്തില്ല. സ്വർഗരാജ്യത്തിൻ്റെ പടിവാതൊക്കെ പോലും ചെല്ലാൻ പറ്റത്തില്ല. ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ആർക്കാ കൊടുത്തത്? അതായി തുറന്നു വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് പത്രോസ് കൊടുത്ത്, ഇതാ ഈ വചനവ്യവസ്ഥ പാലിക്കുന്നവനെ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. പുള്ളി തുറന്നു വെച്ച വാതിലായത്. ഏതാ? വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രീതി, സൗരപ്രിയോട് സ്നേഹം കൂട്ടിക്കൊള്ളണം. ഇത് കൂട്ടിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. കുരുടൻ. ലവോദിക്കയിലൊരു കുരുടനെ കാണാൻ പറ്റും. ഏതാ കുരുടൻ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-18 ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിച്ചേ വാസമ്മേ. വെളിപ്പാട് 3:17-18 വാക്യം വായിച്ചേ. ഭൗതിക ആത്മീക ധനവാനാണെന്ന് അവർ പറയുക. നീ നിർഭാഗ്യവാൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ. നീ ദരിദ്രനും കുരുടനും നഗ്നനുമാണ്. തന്നിമിത്തം അരിഷ്ടനും നിർഭാഗ്യവാനുമായി തീർന്നു. നീ ആത്മീയ കുരുടനാ. ഞാൻ ചോദിക്കട്ടെ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ന്യായപ്രമാണം ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കേണ്ട ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് വിളിച്ച 2-3 പദങ്ങളുണ്ട്. അതെന്താണെന്നറിയാമോ? അല്ലയോ കുരുടനെ, പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നവനെ. ഒരുത്തനെ കടലും കരയും കടന്ന് ഒരുത്തനെ രക്ഷിച്ച് കൊണ്ടുവരാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് എന്ത് ചെയ്യുക? ഇരട്ടിച്ച നരകത്തിൽ കൊണ്ടെത്തിക്കുന്നവനെ എന്നാ കർത്താവ് വിളിച്ച്. കടലും കരയും കടന്ന് ഒരുത്തനെ മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച നരകത്തിൽ ചേർക്കുന്നവരായി ശാസ്ത്രിമാരും പരീശന്മാരുമായി തീർന്നു. എന്താ കാര്യം? ന്യായപ്രമാണം അവരെ പഠിപ്പിക്കുന്നില്ല. ഇസ്രായേൽ മക്കൾക്ക് കിട്ടിയ പ്രമാണം ന്യായപ്രമാണം. ശാസ്ത്രിമാരും പരീശന്മാരും പുരോഹിതന്മാരും ഒക്കെ ന്യായപ്രമാണം പഠിപ്പിക്കാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പക്ഷെ അവർ മോശയുടെ പീഠത്തിൽ ഇരുന്നു കൊണ്ട് അവർ കാണിക്കുന്ന മുഴുവൻ ദൈവവ്യവസ്ഥ വിട്ടുള്ള പരിപാടികളാണ്. അതുകൊണ്ടാണ് അവരെ വിളിച്ചത് കുരുടനെ. കുരുടനെ വഴികാട്ടിക്കൊണ്ടിരിക്കുന്നു, ഇരുവരും കുഴിയിൽ വീഴും എന്നൊക്കെ കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് കുരുടനും പരീശനും കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നവനും. ഇന്നത്തെ ആത്മീയ ഗോളം അങ്ങനെയായി തീർന്നിരിക്കുന്നുവെന്ന് ഞാൻ പ്രസവിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം. കാരണം ക്രിസ്തുവിൻ്റെ പ്രമാണം പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കേണ്ട പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ന്യായപ്രമാണം പറഞ്ഞുകൊണ്ടിരിക്കുക, സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. പൗലോസ് പറഞ്ഞു, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ. വിച്ഛേദനക്കാർ. ആരാ വിച്ഛേദനക്കാർ? പരിച്ഛേദനോട് ഉപദേശം പ്രസംഗിക്കുന്നവർ. മനസ്സിലായോ? അപ്പോൾ അവ ഹ്രസ്വദൃഷ്ടിയുള്ളവനും മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുന്നത് ആരാണ്? വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രിയോട് സ്നേഹവും കൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നത്. അങ്ങനെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകുകയില്ല. ഇടറിപ്പോകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കാൾ ലൂയിസ് ഒരു ഓട്ടത്തിൽ ഓടുകയാണ്, അല്ലെങ്കിൽ ബെൻ ജോൺസൺ ഓട്ടത്തിൽ ഓടുക.
ഏറ്റവും നല്ല ഓട്ടക്കാരാണ് അവർ. ഓടുമ്പോൾ ഒരു കല്ലിൽ തട്ടി അവർ കാലിടറിയാൽ എന്ത് പറ്റും? വീഴും. അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താൻ പറ്റത്തില്ല. ഈ ആത്മീയ അനുഭവങ്ങൾ ഇല്ലാത്തവൻ ഇടറിപ്പോകും. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുമ്പോൾ ചിലർക്ക് കുഞ്ഞുകളിയാണ്. ഇപ്പം ഞങ്ങൾ അതൊക്കെ കേട്ട് എത്ര പരിചയസമ്പന്നരാണെന്നാണ് പറയണത്. ഒന്നും കേട്ടിട്ടില്ല. നിങ്ങൾ കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇനി ഇതൊക്കെ കേട്ട് പഠിച്ചനുസരിച്ച് ജീവിക്കാതെ ഒരു മനുഷ്യനും ദൈവരാജ്യം പ്രാപിക്കാൻ പറ്റുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം എന്താ? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള ഉപദേശത്തിൻ്റെ താക്കോൽ, ആ ഉപദേശം അതാ പത്രോസ് തുറന്നു തരുന്നത്. ഉപദേശം നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് തുറന്നു തരിക. ഇതിലൂടെ പോയാൽ സ്വർഗരാജ്യത്തിലേക്ക് പോകാം. അതിന് പൗലോസ് പറയുന്ന ഒരു വേറൊരു ഭാഷയുണ്ട്. യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി നമുക്കൊരു പുതിയ വഴി തുറന്നു തന്നിരിക്കും. ആ പുതിയ വഴി, എ ന്യൂ കവനന്റ്, ഒരു പുതിയ നിയമം. പഴയ നിയമം കൽപ്പലകയിൽ എഴുതി, പുതിയ നിയമം ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി. പഴയ നിയമം കൊല്ലുന്നതാണ്, പുതിയ നിയമം ജീവിപ്പിക്കുന്നതാണ്. പഴയ നിയമം ഇരുട്ടിൻ്റെ പ്രമാണമാണ്, പുതിയ നിയമം വെളിച്ചത്തിൻ്റെ പ്രമാണമാണ്. പഴയ നിയമം മരണത്തിൻ്റെ പ്രമാണമാണ്, പുതിയ നിയമം ജീവൻ്റെ പ്രമാണമാണ്. അത് ശരിക്കും വായിച്ച് പഠിക്കണമെങ്കിൽ ഞാനിപ്പോൾ പറയാൻ സമയം എടുക്കുന്നില്ല. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് വായിച്ചു പോകുന്നതുകൊണ്ടും കുഴപ്പമില്ല. വായിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നവർക്ക് മനസ്സിലാക്കാം, ഇല്ലാത്തവർക്ക് പണ്ട് കേൾക്കാൻ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കില്ല. സ്തോത്രം. ഈ വിധം ഞങ്ങൾക്ക് ഉറപ്പ് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. ഞങ്ങളിൽ നിന്ന് വരും പോലെ ഞങ്ങൾ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ പ്രാപ്തരെന്നല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജ നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൊടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? സൂത്രം. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോടുകൂടിയ ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായി. ന്യായപ്രമാണം കൊല്ലുന്നതാണ്, അത് മരണത്തിൻ്റെതാണ്, അത് കല്ലിൽ എഴുതിയതാണ്, അത് മരണ ശുശ്രൂഷയാണ്, അത് നീക്കം വരുന്നതാണ്, അത് തേജസ് കുറഞ്ഞതാണ്, അത് ശിക്ഷാവിധിയുടെയാണ്. ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ പുതിയ നിയമ ശുശ്രൂഷ എന്ന് നമ്മൾ പഠിക്കണം. ഇവിടെ പത്രോസ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ തൊടുത്ത് തുറന്നു തരുന്ന ഈ ഉപദേശ സത്യങ്ങൾ ദൈവമക്കൾ കേട്ട് പഠിക്കണം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, 7 ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവർ നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിപ്പീൻ. അപ്പോൾ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്ന എങ്ങനെയാണ്? 7 വിധ ആത്മീയ അനുഭവങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രതി, സഹോദരപ്രയോട് സ്നേഹം കൂട്ടിക്കൊണ്ടിരിക്കും. ഇല്ലേ കുരുടനായി പോവും, ക്രിസ്തുദൃഷ്ടിയുള്ളവനാകും. മുമ്പിലത്തെ പാപങ്ങൾ മറന്ന പാപങ്ങളുടെ ശുദ്ധീകരണം മറന്ന പിന്നെ പാപിയായി. സ്തോത്രം. അവയില്ലാത്തവൻ ക്രിസ്തുദൃഷ്ടിയായി, പാപിയായി. സ്തോത്രം. എന്തൊരു അപകടകരമായ അവസ്ഥയാണെന്നറിയാമോ ഈ പഠിപ്പിക്കല്? ഈ പഠിപ്പിക്കൽ സഭയിൽ വരാത്തിടത്തോളം കാലം ദൈവരാജ്യത്തേക്കുള്ള ദർശനം സഭയ്ക്ക് കിട്ടത്തില്ല. സ്വർഗരാജ്യത്തേക്കുള്ള ദർശനം കർത്താവ് കിട്ടത്തില്ല. മത്തായി 7:21 അത് ആരും പഠിപ്പിക്കാം. ഞങ്ങൾ എത്രയോ പ്രസംഗിച്ചേക്കുന്നു. എന്നെ കർത്താവെ കർത്താവെന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു അത്രേ സ്വർഗരാജ്യം. എന്താ പിതാവിൻ്റെ ഇഷ്ടം? എന്താ പിതാവിൻ്റെ ഇഷ്ടം? പുത്രനനുസരിക്കുക. 1 തെസ്സലോനിക്കർ 5:13 മുതൽ 5:13 മുതൽ ഞാനതൊന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് വായിച്ച് കേൾപ്പിക്കും. 1 തെസ്സലോനിക്കർ 5 വായിച്ച് കേൾപ്പിക്കുക. 13 വാക്യങ്ങൾ. തമ്മിൽ സമാധാനമായിരിപ്പിൻ,
സൗരന്മാരെയും ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മയായിരിക്കാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ 13 മുതൽ 22 വരെ വാക്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ 1 തെസ്സലോനി 5:13 2 ഭാഗം മുതൽ 22 വരെ വാക്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കും. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കാക്കപ്പെടും. നിങ്ങളെ വിളിക്കുന്നു, വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. അപ്പോൾ 1 തെസ്സലോനി 5:13 മുതൽ 22 വരെ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്തോ പറ്റും? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം നമ്മളെ കാക്കത്തില്ല. ദൈവം അത് നിവർത്തിക്കത്തില്ല. നമ്മുടെ കാര്യം പോക്കായതുകൊണ്ട്. ഇതാണ് പാസ്റ്റർ C.C. ജോർജ് പഠിപ്പിച്ച സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ശരിയായ ഉപദേശത്തിൻ്റെ 2 കാര്യങ്ങൾ. ഒന്ന്, കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്രേ. പിതാവിൻ്റെ ഇഷ്ടം ഇതല്ലോ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. 2, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്. ഈ 2 ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊന്നും ഇന്ന് ആരും പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല. പൈസയ്ക്ക് വേണ്ടി ഇതൊന്നും പഠിപ്പിച്ചെടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഇതൊക്കെ പഠിപ്പിക്കുന്നവൻ്റെ കാര്യം പട്ടിണി കിടക്കുമോ? അല്ല എന്നാ സ്വത്രം. എന്നാൽ ദൈവം അവൻ എന്തു ചെയ്യും? ആവശ്യമുള്ളത് കൊടുക്കും. ഉണ്മാനും ഉടുക്കാനും ഉള്ളതൊക്കെ അവർ കൊടുക്കും. അതിന് യാതൊരു സംശയവുമില്ല. സ്വത്രം. അതുകൊണ്ട് ഈ വേദഭാഗങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ പറ്റും? നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം പ്രാപിക്കാൻ പറ്റാതെ പോകും. പറ്റാതെ പോയ പിന്നെ എവിടെ ചെന്ന് വീഴും? നരകത്തിൽ പോയി. എന്തോ ചെയ്യാനാ? തമ്പുരാൻ ഇത് പത്രോസിനെ കൊണ്ട് എഴുതി വെപ്പിച്ചു പോയി. എന്തോ ചെയ്യാൻ? ഇത് അനുസരിക്കാതെ ഒരു വഴിയില്ല. എന്തൊക്കെ പരിപാടി കാണിച്ചാലും ഒരു രക്ഷയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തേക്ക്, ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള താക്കോലായ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ, പുതിയ നിയമസഭ പാലിക്കേണ്ട വ്യവസ്ഥയാണ് ഈ നമുക്ക് എഴുതി വെച്ച് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ അനുസരിക്കാതെ ഒരു രക്ഷയുമില്ല. ഇനി ഇവിടെ നിന്ന് ഞാൻ മുമ്പോട്ട് പോവുക. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ ഈ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കുകയാൽ. അപ്പോൾ പത്രോസിൻ്റെ കൂടാരം എന്ത് ചെയ്തു? പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്ന് പത്രോസ് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി കർത്താവ് തൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനങ്ങളും ഉപദേശങ്ങളും ദൈവാത്മാവ് തനിക്ക് കൊടുത്ത നിർദ്ദേശങ്ങളും എല്ലാം എന്തു ചെയ്തു? പുതിയ നിയമസഭയായ നമുക്ക് വേണ്ടി കൈമാറ്റം ചെയ്തു. പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക കൊണ്ട് ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. പത്രോസ് ജീവിച്ചിരുന്ന കാലത്ത് ഈ പ്രമാണം നമുക്ക് കിട്ടണമെന്ന് യുക്തമാണ്. അതുകൊണ്ട് അത് നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുക. നിങ്ങളത് നിര്യാണ ശേഷം, എൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം താൻ ജീവിച്ചിരുന്നപ്പോൾ ഉത്സാഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത 16-ാം വാക്യം വായിച്ചേ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. മതി. അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് നിർമ്മിത കഥകൾ പ്രമാണിച്ചിട്ടല്ല. നിർമ്മിത കഥ, കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ, കഥ പറഞ്ഞു നടത്തുക എന്ന് പലരും. ഇത് നിർമ്മിത കഥയല്ല. പത്രോസ്, യോഹന്നാനും യാക്കോബും യൂദയും ഒക്കെ പ്രസംഗിച്ചത് നിർമ്മിത കഥ കേട്ടുകൊണ്ടല്ല. പിന്നെ എങ്ങനെയാ? അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. എന്താണ് മഹിമ? മത്തായിയുടെ സുവിശേഷം 17:1 മുതൽ എടുത്ത് വായിച്ചേ. മത്തായി 17:1 മുതൽ
എന്താണ് മഹിമ? ആ രൂപാന്തരപ്പെട്ടു, ശോഭിച്ചു, തീർന്നു, കണ്ടു. ആ കർത്താവിൻ്റെ സാന്നിധ്യം അവരനുഭവിച്ചപ്പോൾ അവിടെ നിന്ന് പോകണ്ടെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒരു കുടിലുണ്ടാക്കി നമുക്ക് ഇവിടെ ഇരുന്ന് അങ്ങ് ചാകാം. അതാ പറഞ്ഞ അർത്ഥം. അടുത്ത ആ നെല്ലിട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പി. അപ്പൊ യേശുക്രിസ്തുവിന് ചെവി കൊടുക്കാനാണ് പിതാവ് പറഞ്ഞത്. എന്താ എൻ്റെ അർത്ഥം? കർത്താവ് പറഞ്ഞ വചനം കേട്ട് അനുസരിക്കാനാണ് പിതാവ് പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞത്? അവൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ നിങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സകലജാതി ഞാൻ നിങ്ങളോട് കൽപ്പിച്ച് ചെയ്യാനാണ് കർത്താവ് പറഞ്ഞത്. പിതാവ് പറഞ്ഞത് അവന് ചെവി കൊടുക്കാൻ. ഇനിയിപ്പോൾ അതിനൊന്നും ആരും ആളുമില്ല. എല്ലാവരും മോശയ്ക്ക് ചെവി കൊടുത്തുകൊണ്ടിരിക്കുക. മോശയ്ക്കും പിന്നെ അതുപോലെയുള്ള വലിയ കണ്ട ഈ എന്തോ ബൈബിൾ കമൻട്രികൾ, ആക്കും കൊള്ളില്ലാത്ത കുറേ കമൻട്രികളുണ്ട്. ദൈവവചനത്തിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ഈ കമൻട്രികൾ നല്ലൊരു പങ്കും ഒരു ചെറിയ ശതമാനമൊക്കെ ഉള്ളൂ ഉപദേശം അനുസരിച്ചൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് പറയുക. കമൻട്രികൾ മനുഷ്യനെ തെറ്റിക്കുന്നതാ, ബിബ്ലിക്കൽ ബുക്സുകൾ മനുഷ്യനെ തെറ്റിക്കുന്നതാ. പലതും വചനത്തെ കോട്ടിക്കളയുന്നതും കൂട്ടുചേർക്കുന്നതും മറിച്ച് കളയുന്നതും ആ ബുക്സാണ് ഇന്നത്തെ ആത്മീയകുളത്ത് കിട്ടുന്നത്. പരിമിതമായ എഴുത്തുകൾ മാത്രമേ, പാസ്റ്റർമാർ മാത്രമേ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ശരിയായി എഴുതുന്നുള്ളൂ. ദൈവമക്കളെ, അവന് ചെവി കൊടുപ്പിൻ, കർത്താവിന് ചെവി കൊടുപ്പിൻ. കർത്താവിൻ്റെ അമ്മ എന്താ പറഞ്ഞ്? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യുവിൻ. ഇപ്പം അതിനൊന്നും ആരുമില്ല ഇവിടെ. എല്ലാവരും മോചന പറയാൻ നടക്കുക. മോശയാണെങ്കിലോ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിട്ട് പകുതി വഴിക്ക് വെച്ച് പുള്ളിയുടെ ഇടപാട് ദൈവം എന്ത് ചെയ്തു? തീർത്തു. കയറി പൊക്കോളാൻ പറഞ്ഞു. കാരണം അനുസ്പ്രമാണം അനുസരിക്കാത്തതുകൊണ്ട്. ഒരു കൊലപാതകവും പിന്നെ ദൈവകൽപ്പന ലംഘനവും പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു പുള്ളി? രണ്ട് കാര്യങ്ങൾ തെറ്റായിട്ട് കണ്ടു. അതിന് പലരും പല നിലയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും ചെവി കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് മോശയെ കനാൻ ദേശത്തിലേക്ക് എത്തിക്കാത്തതെന്ന് ചോദിച്ചാൽ ദൈവത്തെ അവൻ അനുസരിച്ചില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാന്നൊക്കെ കൊണ്ടും ഉപദേശിച്ചുകൊണ്ട് സകലജാതിയിലേക്ക് ശിഷ്യരാക്കിക്കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞ വചനം അനുസരിക്കാത്തവർക്ക് ആത്മീയ കനാനാകുന്ന സ്വർഗമില്ല. സംശയമൊന്നും വേണ്ട ആർക്കും. ഇതൊക്കെ കറതീർന്ന ഉപദേശമാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലപ്പുറം ഒരു അപ്പോസ്തലന്മാർ പഠിപ്പിച്ച അപ്പുറമുള്ള ഒരു ഉപദേശം ആർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല. ആ ഉപദേശം അങ്ങനെ തന്നെ പഠിപ്പിച്ചാൽ അതാണ് ശരിയായ ഉപദേശം. മറ്റേതൊക്കെ നിലയിൽ പറഞ്ഞാലും ഒരു വിശേഷവും ഇല്ല. അതുകൊണ്ട് അവർ പറയുന്ന അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ടു. എന്ത് മഹിമ കണ്ടു? ആരോടൊപ്പമായ ഒരു യേശുവിനെ അവിടെ കാണുന്നത്? മോശയോടും ഏലിയാവും. മഹോദര കാലത്ത് മോശയും ഏലിയാവും വന്ന് പ്രസംഗിക്കും. ആരോട് പ്രസംഗിക്കും? ഇസ്രായേൽ മക്കളോട്. ഇപ്പോൾ കൈവിടപ്പെട്ടു പോയ നമ്മളോട് പ്രസംഗിക്കുന്നു പറഞ്ഞിരിക്കുക. കൈവിടപ്പെട്ട എല്ലാം നേരെ യാതനാതലത്തേക്ക് പോകും. പുതിയ നിയമസഭയ്ക്ക് രക്ഷ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ വാനമുഖത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉയർത്തെഴുന്നേറ്റോ രൂപാന്തരം പ്രാപിച്ചോ പോകുന്നവർക്ക് മാത്രമേ ഉള്ളൂ രക്ഷ. അത് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ മക്കൾക്ക് മാത്രമേ ഉള്ളൂ രക്ഷ. അവരിൽ നിന്നൊരു കൂട്ടം ജനത്തെ രക്ഷിച്ചെടുക്കാനാണ് മോശയും ഏലിയാവും പ്രസംഗിക്കുന്നത്. അത് മോശയും ഹാനോക്കുമാണെന്ന് ഒരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാര്യം? മോശ മരിച്ച് അടക്കപ്പെട്ടു, ഹാനോക്ക് മരിച്ചില്ല, ഉടലോടെ സ്വർഗത്ത് പോയി. അതുകൊണ്ട് ഹാനോക്കാണെന്ന് പറഞ്ഞു, ഏലിയാവാണെന്ന് എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല. അതിന് നമ്മുടെ ഉപദേഷ്ടാവ് പറഞ്ഞൊരു ഉപദേശം ഞാൻ പറയാം, ഉപദേശം പഠിക്കുന്നവർക്ക് അറിയാൻ വേണ്ടി. കർത്താവ് വരുന്നതിന് മുമ്പ് എല്ലാവരും മരിച്ചടക്കപ്പെടണമെന്നില്ല. കർത്താവ് വന്നു കഴിയുമ്പോൾ ജീവനോടിരിക്കുന്നവർക്ക് എന്ത് കിട്ടും? രൂപാന്തരം. അപ്പോൾ അവർ മരിക്കണമെന്ന് പറഞ്ഞാൽ അവരെ കൊല്ലണോ? എനിക്ക് മനസ്സിലാകാൻ ചോദിക്കുക. TPM അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അവരെ എല്ലാവരും കൂടി കൊന്നിട്ട് ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കണോ? വേണ്ട. കർത്താവിൻ്റെ വരവിൽ ജീവനോടിരിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും മരിച്ചുപോയവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം കിട്ടും.
ഇത് വചനവ്യവസ്ഥയാണ്. ഇതൊന്നും ആരും തെറ്റിച്ച് കളയാൻ പാടില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് തെറ്റിച്ച് കളയുക, തോന്നിയതുപോലെയൊക്കെ ചെയ്യുക. ഇടയ്ക്ക് ആരെങ്കിലും പറയണ്ടായി, ബൈക്കിൽ എഞ്ചിൻ ഓയിൽ ഒഴിക്കേണ്ടതിന് പകരം എങ്ങാണ്ട് കിടന്ന് വെളിച്ചെണ്ണ കണ്ട് ഒഴിച്ചാൽ മതി. ഓടുമായിരിക്കാം ചിലപ്പോൾ, കുറച്ച് കഴിയുമ്പോൾ എഞ്ചിൻ കേടായി പോകും. അതിനുവേണ്ടി രൂപപ്പെടുത്തിയെടുത്തിയ ഓയിലുണ്ട്. സ്തോത്രം. ഓരോ കാര്യങ്ങൾക്ക് ഓരോ എന്താ പറയുക, ഒരു തിയറി ഉണ്ട്. അതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യും. നമ്മുടെ ജോണിന് പറ്റിയ അബദ്ധം, ഓയിലില്ലാതെ വണ്ടി ഓടി എൻജിൻ ജാമായിപ്പോയി, പാട്ടവിലയ്ക്ക് തൂക്കി വിൽക്കേണ്ടി വന്നു അവസാനം. അത് ചെയ്യേണ്ട കാര്യങ്ങൾ യഥാർത്ഥ സമയങ്ങളിൽ ചെയ്യണം. ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം, ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ സർവീസ്, ഇത്ര കിലോമീറ്റർ. ഒരു വാഹനം ഓടിക്കുമ്പോൾ ഞാനതിൽ പഠിച്ച അനുഭവത്തിലൂടെ പഠിച്ചതാണ്. കൂളൻ്റ് പോയിട്ട് വഴി കിടന്നില്ലേ ഞങ്ങൾ, തീർന്നു പോയിട്ട് നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. ഒരു വണ്ടിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ലെങ്കിൽ വഴി കിടക്കുക. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഇവിടെ കിടക്കും നമ്മൾ. പിന്നെ കിടന്ന് കൈയും കാലും അടിച്ചിട്ട് കഥയില്ല. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ സ്വർഗരാജ്യത്തിലേക്കുള്ള താക്കോല് ലഭിച്ചവൻ തന്നിരിക്കുന്ന ഉപദേശം നമുക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം തുറന്നു തരുന്നത്. ഇതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊള്ളണം. അവർ പറയുന്നത്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ടു, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. 1 യോഹന്നാൻ 1:1 മുതൽ 4 വരെയുള്ള വാക്യം പെട്ടെന്ന് വായിച്ചേ. മഹിമ കണ്ട സാക്ഷികൾ. 1 യോഹന്നാൻ 1:1 മുതൽ. ആദ്യമുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങൾ അറിയിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക മക്കളെ, ഞങ്ങൾ കണ്ടത്, കേട്ടത്, തൊട്ടത്, നോക്കിയത്. ഇവിടെ പത്രോസ് പറയുന്നു, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ടു. അല്ലേ? സ്തോത്രം. 16-ാം വാക്യത്തിൽ, ഞങ്ങൾ നമ്മോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. വല്ലയിടത്തും വല്ലവരും പറയുന്ന കഥ കേട്ടുള്ള കഥകളൊന്നും കൊണ്ടല്ല. അവൻ്റെ മഹിമ ഞങ്ങൾ കണ്ടു. അതിന് 1 യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. യേശുക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു, യേശുക്രിസ്തുവിനെ ഞങ്ങൾ തൊട്ടു, യേശുക്രിസ്തുവിൽ ഞങ്ങൾ കേട്ടു, യേശുക്രിസ്തുവിനിൽ ഞങ്ങൾ അനുഭവിച്ചു. അവൻ അപ്പം നുറുക്കി തന്നു, ഞങ്ങൾ ഭക്ഷിച്ചു. അവനോട് കൂടെ നടന്നു, അവനോട് കൂടെ നടന്ന് ഭക്ഷിച്ചു. പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പ്രസ്താവന വളരെ വലുതാണ്. പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായം എടുത്തട്ടെ. പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ ഞാനത് വായിക്കാം. നമുക്ക് നിങ്ങൾ വായിച്ച സമയം പോകും. അപ്പോൾ അതിൻ്റെ 34 മുതൽ, അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷായമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെയും അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിൽ ഒക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദാദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ച് നടന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ ഇവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്നവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയും. അപ്പോൾ ഇവിടുത്തെ വിഷയം പ്രധാന വിഷയമാണ്. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും
പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ, ഉണ്ടാക്കുന്ന കഥകളെ അല്ല. ഇപ്പോൾ ഈ ഗീവർഗീസ് മരിച്ചു പോയെന്ന് പറഞ്ഞതും അല്ല, ഗീവർഗീസിനെ കുറിച്ചൊരു കഥ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ഇടപ്പള്ളി പള്ളിയിൽ ആ കഥ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അവരവിടെ പറയുന്നുണ്ട്, അവിടെ പ്രസംഗമൊക്കെ ചെയ്യുന്നുണ്ട്. ഗീവർഗീസിൻ്റെ പള്ളിയാണ്. ഗീവർഗീസ് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഒരു തോട് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ആ തോടിൽ എന്ത് ചെയ്തു? ഒരു വലിയ പാമ്പ് കിടന്നു. അവർക്കറിയാം, ഒരു വലിയ പാമ്പ് കിടന്നു. ആ പാമ്പിനെ കണ്ടുകൊണ്ട് ഗീവർഗീസ് എന്ത് ചെയ്തു? ഒരു കുന്തം കൊണ്ടുവന്ന് ആ പാമ്പിനെ കുത്തിക്കൊന്ന് നദി കടന്നു പോയി. ഏത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു? അല്ല, പത്രോസ് ഒരു നിർമ്മിത കഥ. മനസ്സിലാക്കണം, നിർമ്മിത കഥ. അതുപോലെ ബിബ്ലിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഈ അപ്പോക്രിഫ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ കഥകളാണ്. അതൊന്നും ദൈവവചനത്തിൻ്റെ സ്വീകാര്യതയുള്ളതല്ല. നിർമ്മിത കഥകൾ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക. ആ പറ്റിക്കൽ പറഞ്ഞിട്ട് ആ ഗീവർഗീസ് പുണ്യാളനെ ഉണ്ടാക്കി വെച്ച്, ഒരു പാമ്പ് ഉണ്ടാക്കി വെച്ച്, ഒരു കുന്തം ഉണ്ടാക്കി വെച്ച് കുത്തുന്നതായിട്ട് കാണിച്ച്, ഒരു സ്വത്രാഴ്ച പെട്ടിയും വെച്ച് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനികളും എല്ലാ സകലമാന ജാതികളും വന്ന് അവിടെ പണം ഇട്ടിട്ട് അത് കോടിക്കണക്കിന് രൂപയാണ് വർഷം തോറും എണ്ണിയെടുക്കുന്നത്. അതിനു വേണ്ടി അടിയും ബഹളവും പള്ളിയും പട്ടക്കാരും കമ്മിറ്റി എല്ലാം കൂടി നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഭയങ്കര സമരം നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ മാസങ്ങളോളം ആ സമരം നിന്ന് ഞങ്ങളൊക്കെ പോയി കേട്ടതാണ്. അച്ഛനും കൂട്ടരും കട്ടെടുത്തു, അവർ കട്ടെടുത്തു, ഇവർ കട്ടെടുത്തു. കാരണം നിർമ്മിത കഥകളൊക്കെ ഉണ്ടാക്കി ചെയ്യാൻ കാശുണ്ടാക്കാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇതാ പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും പറയുന്നത് നിർമ്മിത കഥകൾ ഉണ്ടാക്കിയിട്ടല്ല, ഞങ്ങളവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. എന്താണ് ആ മഹിമ? യേശു ക്രിസ്തുവിനെ അവർ കണ്ടു, മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ കണ്ടു. അതായത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന ക്രിസ്തുവിനെയാണ് അവർ കണ്ടത്. തേജോമനായ വസ്ത്രം ധരിച്ച ക്രിസ്തുവിനെയാണ് അവർ കണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാർ അത് നേരിട്ട് കണ്ടു. ക്രിസ്തുവിനെ അവർ ക്രിസ്തുവിൽ നിന്ന് അനുഭവിച്ചു, അവർ ക്രിസ്തുവിൽ നിന്ന് കേട്ടു. പൗലോസും യോഹന്നാനും യാക്കോബും ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ അവർ സഭയുടെ തൂണുകളാണ്. സഭയുടെ തൂണെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഇവിടെ മെട്രോ ലൈൻ ഇതിലേ പോകുന്നുണ്ട്. ഈ മെട്രോ ട്രെയിൻ എതിലാണ് പോകുന്നത്? തൂണുകളിലാണ്. തൂണുകളിലാ കൂടിയുള്ള ആ പാനലിൽ കൂടിയാണത് പോകുന്നത്. ആ തൂണ് പോയാൽ പാനൽ പോയി. പാനൽ പോയാൽ എന്ത് ചെയ്തു? ട്രെയിൻ പോയി. അപ്പോൾ ദൈവസഭയുടെ ഉപദേശം പറയുന്ന തൂണുകളായ പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ തരുന്ന ഉപദേശം അനുസരിച്ച് സഭ പോയില്ലെങ്കിൽ സഭ പോയി. തൂണുകളിലാണ്, ഉപദേശത്തിലാണ്. അവർ പറയുന്ന ഉപദേശത്തിലാണ് സഭ നിൽക്കേണ്ടത്. പിതാവേ, നീ എനിക്ക് തന്നോ വചനം ഞാനവർക്കു, നിന്റെ വചനം ഞാനവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അവർ പറയുന്ന ഉപദേശത്തിലാണ് സഭ കെട്ടുപണി ചെയ്തിരിക്കുന്നത്. അംബേദ്കർ എഴുതിയ ഒരു വ്യവസ്ഥിതിയിലാണ് ഇന്ത്യ രാജ്യം നിൽക്കുന്നത്. ആ ഭരണഘടനയിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യം മുമ്പോട്ട് പോകുന്നത്. ആ ഭരണഘടന ആരെങ്കിലും തെറ്റിക്കുമ്പോൾ ഈ വി ഡി സതീശനും പിണറായി വിജയനും അല്ലെങ്കിൽ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും കൂടിയൊക്കെ ഇരിക്കുന്ന നിയമസഭയിലെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രസംഗം കേട്ട് സന്തോഷിക്കാനില്ല, എന്ത് പൊട്ടത്തരം അവർ വിളിച്ചു പറയണമെന്ന് കേൾക്കാൻ. അതിലൊരുത്തം പറയുന്നത് ഇങ്ങനെയാണ്: സർ എന്ന് പറഞ്ഞാൽ ആരെ വിളിക്കുന്നത്? സ്പീക്കറാണത് കൺട്രോൾ ചെയ്യുന്നത്. സർ, ഈ ഭരണപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണ് സർ. ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നതിനെതിരാണ് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കൈയടിക്കുക, ബഹളം ഉണ്ടാക്കുക. അതിനെക്കുറിച്ച് പിന്നെ അന്വേഷണം നടത്തണം. ചെയ്തത് അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗവൺമെൻറ് നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ പഠിച്ച് ജോലിക്കാരാകുമ്പോൾ എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ജോലിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്ന സമയത്ത് ഭരണകക്ഷിക്കാരെന്ത് ചെയ്യുക? പിൻവാതിലൂടെ 2, 3, 4, 5, 10 ലക്ഷം രൂപ മേടിച്ചിട്ട് ജോലി കൊടുക്കുക. അപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ ജോലി ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് എന്ത് കിട്ടത്തില്ല? ജോലി കിട്ടത്തില്ല. ഉടനെ അവർ കംപ്ലൈൻറ്റായി, ബഹളം ഉണ്ടാക്കി, കേസായി, കോടതി വന്നു, നിയമസഭയിൽ വരും. അപ്പോഴാണ് വി ഡി സതീശനും സുധാകരനൊക്കെ പറയുന്നത്, എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ കുട്ടികൾ ലക്ഷക്കണക്കിന് കുട്ടികൾ നിൽക്കുമ്പോൾ പിൻവാതിലൂടെ ലക്ഷക്കണക്കിന് രൂപ മേടിച്ച് ജോലി കൊടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ് സാർ. അപ്പോൾ നിയമ നടപടി ഉണ്ടാവും, പ്രശ്നങ്ങൾ ഇത് ലോകത്തിലെ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് താൻ തിരഞ്ഞെടുത്ത ആദിമ അപ്പോസ്തലന്മാർക്ക് ഉപദേശം കൊടുത്തു. പുതിയ നിയമസഭയുടെ ആവിർഭാവം അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെയാണ്. ആ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അവർ പറഞ്ഞ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു. കർത്താവ് അവരെ തൻ്റെ സഭയോട്
ചേർത്തോളി. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള പ്രവേശനം ആര് തരുന്നതാ? അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശമാണ്. അത് നിർമ്മിത കഥകളെ കേട്ടിട്ടല്ല, അതിൻ്റെ മഹിമ കണ്ട് സാക്ഷികളായി തീർന്നതാണ്. അപ്പോൾ ഈ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഈ 17 മുതലുള്ള വാക്യങ്ങൾ വേറെ സമയത്ത് നമ്മളത് പ്രസംഗിക്കുന്നതായിരിക്കും. ഇന്ന് പകലിൽ കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യട്ടെ, അല്ലെ? സ്തോത്രം ചെയ്യട്ടെ. താവേ സ്തോത്രം, സ്തോത്രം.